വകുപ്പിനെതിരെ വിമർശനം ആവർത്തിച്ച് CPI ധനവകുപ്പ് കാര്യക്ഷമമായി ഇടപെടേണ്ടിയിരുന്നുവെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലീം കുമാർ. സപ്ലൈകോ ജനകീയമായി പ്രവർത്തിക്കുന്ന വകുപ്പാണ്. സപ്ലൈകോയ്ക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകേണ്ടിയിരുന്നുവെന്നും K. സലീം കുമാർ വ്യക്തമാക്കി. ചില മേഖലകളിൽ വേണമെങ്കിൽ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് വേണമെങ്കിൽ ഇടപെടാൻ തന്നെ വകുപ്പുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങളിപ്പോൾ ഉയർന്നു വരുന്നതാണ് സപ്ലൈകോ ഒരു പൊതുവിതരണ മേഖലയാണ്, കൂടുതൽ ജനകീയ മേഖലയാണ്. ആ മേഖലയിൽ ചില പ്രതിസന്ധികൾ സാമ്പത്തികമായിട്ടുള്ളത് കുറച്ചും കൂടി ജാഗ്രതയോടുകൂടി ഇടപെട്ട് അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാമായിരുന്നു വേണമെങ്കിൽ നമുക്കൊരു വിമർശനമായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. സന്ദീപ് രാജാക്കാടുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. സന്ദീപ്, CPIയുടെ വിവിധ യോഗങ്ങളിൽ രൂക്ഷമായ വിമർശനം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടുക്കി ജില്ലാ സെക്രട്ടറി തന്നെ പരസ്യമായി ധനവകുപ്പിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. നോക്കൂ, ഇവിടെ CPIയുടെ വകുപ്പുകൾക്ക് കൃത്യമായ രീതിയിൽ പണം അനുവദിക്കുന്നില്ല എന്ന വിമർശനം നേരത്തെ ഉണ്ടായിരുന്നു. ഭക്ഷ്യവകുപ്പ് മന്ത്രി തന്നെ അത് പറയാതെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ജെ ചിഞ്ചുറാണി അത് പരസ്യമായ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ വിമർശനത്തിന്റെ മൂർച്ച കടുപ്പിക്കുകയാണ് CPI. മിനിൽ പോത്തൻ ബാബു, അത്തരത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിശകലനങ്ങൾ നടത്തുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് CPI, CPMനും അതോടൊപ്പം തന്നെ CPM വകുപ്പുകൾക്കുമെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നിരുന്ന ഇന്നലെ മിനിങ്ങാന്നുമായി ചേർന്നിട്ടുള്ള ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ എക്സിക്യൂട്ടീവിലുമായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണം CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുടെ പോരായ്മകൾ അത് പ്രതിഫലിക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് എതിരഭിപ്രായം സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിനൊക്കെ ഒരു പരിധിവരെ കാരണമായിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഇല്ലെങ്കിൽ CPIM കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പിന്റെ ഇടപെടൽ മൂലമാണെന്ന ആരോപണമാണ് CPIയുടെ ജില്ലാ കൗൺസിലിൽ ഉയർന്നിരിക്കുന്നത്. അത് ശരിവെക്കുന്ന തരത്തിൽ ഇല്ലെങ്കിൽ ഇന്നലെ പുറത്തു വന്നിരുന്ന മാധ്യമങ്ങൾ പുറത്തുവിട്ട നമ്മളടക്കം പുറത്തുവിട്ടിരുന്ന വാർത്തകൾ ശരിവെക്കുന്ന തരത്തിലാണ് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലീം കുമാറിന്റെ മറുപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ധനവകുപ്പിന്റെ പരാജയം അത് പൂർണ്ണമായി അങ്ങനെ തന്നെ നിലനിൽക്കുന്നു, ഇല്ലെങ്കിൽ ആ ആരോപണത്തിൽ CPI അടിയുറച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ധനവകുപ്പിന് കുറച്ചുകൂടി കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഏറ്റവും എടുത്തു പറയേണ്ടത് CPI കൈകാര്യം ചെയ്യുന്ന സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ വകുപ്പ് ജനകീയമായി നിന്ന് പ്രവർത്തിക്കുന്നതാണ്, പൊതുവിതരണ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ആഴത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അല്പം കൂടി സാമ്പത്തിക സഹായം ചെയ്യാമായിരുന്നു എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. മറ്റ് വിമർശനങ്ങളൊക്കെ അദ്ദേഹം മാധ്യമ വാർത്തകൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നുണ്ട് എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും അടക്കം പ്രതിച്ഛായയും മറ്റു കാര്യങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അത് ജില്ലാ കൗൺസിലിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ്. ഇപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിൽ ധനവകുപ്പിനെതിരെ ആരോപണവും വിമർശനവും ആവർത്തിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി K. സലീം കുമാർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. എന്തായിരുന്നാലും ധനവകുപ്പ് പരാജയമായിരുന്നു എന്ന ജില്ലാ കൗൺസില് വിലയിരുത്തൽ, ആ വിലയിരുത്തലിൽ തന്നെ ഇപ്പോഴും CPI ഉറച്ചു നിൽക്കുകയാണ്. ധനവകുപ്പിന്റെ പ്രവർത്തന പോരായ്മകൾ അത് മറ്റു വകുപ്പുകളെ കൂടി ബാധിച്ചിട്ടുണ്ട്. അത് വ്യക്തമാണ്. അത് വിമർശനം ഒന്നുകൂടി കടുപ്പിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും